നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇസ്രായേലിലാണ് എന്ന് എത്ര ഇന്ത്യക്കാർക്കറിയാം? മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ വേണ്ടത്ര ഗൗരവത്തോടെ ഒരു മാധ്യമവും കൈകാര്യം ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേലിലെ രണ്ടാമത്തെ സന്ദർശനമാണ്. മറ്റൊരു പ്രധാനമന്ത്രിമാരും ഇസ്രായേലിലേക്ക് പോയിട്ടില്ല. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യങ്ങളിലൊന്നാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ ചാരശൃംഖലയുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും അധികം സഹായം ചെയ്യുന്ന രാജ്യമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തേക്ക് മോദി പോകുമ്പോൾ സ്വാഭാവികമായും ഇത് വാർത്തയാവേണ്ടതാണ്. നമ്മുടെ പത്രങ്ങളിൽ പോലും അകത്തെ പേജിൽ ചെറിയ വാർത്തയേ ഉള്ളൂ. അത് ചർച്ചയാവുന്നില്ല, ബഹളം വയ്ക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. മോദി ഇസ്രായേലിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇവിടെ താമസിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണയിൽ ജീവിക്കുന്ന ചില കൂട്ടർ മോദി എപ്സ്റ്റീൻ ഫയലിലെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ നെതന്യാഹുവിൻ്റെ കാലിൽ പിടിക്കാൻ പോവുകയാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തി. പക്ഷെ അവിടെ ചെന്നപ്പോൾ സംഭവിച്ചത് കണ്ട് ഇവിടെയുള്ളവരുടെ കിളി പറന്നു. കുത്തിത്തിരിപ്പുകാർ തല താഴ്ത്തി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് തടി തപ്പിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലോകത്ത് ഇന്നേ വരെ കിട്ടിയ ഏറ്റവും വലിയ സ്വീകരണമാണ് ഇസ്രായേലിൽ ഇന്നലെ ലഭിച്ചത്. ഇങ്ങനെയൊരു സ്വീകരണം മോദിക്ക് മുമ്പുള്ള ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ ലോകത്ത് എവിടെയെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതല്ല അതിൻ്റെ പ്രാധാന്യം. ഇസ്രായേൽ എന്ന കരുത്തുറ്റ രാജ്യം ലോകത്തെ ഒരു രാഷ്ട്രത്തലവനും ഇത്രയും വലിയ സ്വീകരണം കൊടുത്തിട്ടില്ല. നമുക്കറിയാം, കൂടെ ട്രംപ് ഇസ്രായേലിന് പോവാറുണ്ട്. ഈ അടുത്ത കാലത്തും പോയി. ലോകത്തെ മുഴുവൻ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി താനാണ് ലോകമെന്ന് വിശ്വസിക്കുന്ന ട്രംപിനെ ഇത്രയും വലിയ സ്വീകരണവും ആദരവും ഇസ്രായേൽ കൊടുത്തിട്ടില്ല. ഓർക്കണം, ഇസ്രായേൽ ശാക്തി കചേരിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രാജ്യമാണ്. ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ ഭരണാധികാരി ഓടി വന്ന് മോദിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നത് പോലെയല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേൽ എന്ന രാജ്യവും മോദിയെ സ്വീകരിച്ച വാർത്തയെ നമ്മൾ കാണേണ്ടത്. ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുറന്നു പറഞ്ഞു. നെതന്യാഹു പറഞ്ഞു, ഇവിടെ എല്ലാ രാഷ്ട്രത്തലവന്മാരും എത്തിയിട്ടുണ്ട്. അവരെ ഒന്നും തരംതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ മിടുക്കന്മാരാണ്. അവരും ഇസ്രായേലും തമ്മിൽ ബന്ധമാണ്. എന്നാൽ നരേന്ദ്ര, താങ്കൾ എൻ്റെ സുഹൃത്താണ്. താങ്കളുടെ ഈ വരവ് എനിക്കുണ്ടാക്കിയിരിക്കുന്ന സന്തോഷം, ഈ രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്ന ആത്മവിശ്വാസം, ഈ ജനതയ്ക്കുണ്ടാക്കിയിരിക്കുന്ന പ്രതീക്ഷ അത് ചില്ലറയല്ല. നെതന്യാഹു പറഞ്ഞത് കേൾക്കൂ. Heads of state, prime ministers, they come to the Knesset. We greet them warmly. And it's always an exciting moment. For all of us, and for me too. But I have to tell you, Narendra, my dear friend, I am deeply, deeply moved by your visit here today, because I have to be diplomatic. I will not rank it, because I'll get into trouble. But I've never been more moved than by your visit here with us, a great friend of Israel, a great champion of the Indian-Israeli alliance, and a great leader on the world stage. Welcome to Jerusalem, my dear friend, Prime Minister Narendra Modi, and your distinguished delegation. Welcome to Jerusalem. Now, ഇത്രയും മനോഹരമായ വാക്കുകൾ ഇന്നേ വരെ നെതന്യാഹു ട്രംപിനെ കുറിച്ച് പോലും പറഞ്ഞിട്ടില്ല. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ഇന്നലത്തെ മൂഡ്. പരമ്പരാഗതമായ എല്ലാ രീതിശാസ്ത്രങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം ഡിപ്ലോമസി ഉണ്ടാക്കിയ ആളാണ് നരേന്ദ്രമോദി. രാഷ്ട്രത്തലവന്മാർ പരസ്പരം കാണുമ്പോൾ 10 തവണ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന പരമ്പരാഗത രീതിയുണ്ട്. അതൊക്കെ മോദി പണ്ടേ ഉപേക്ഷിച്ചു. വരുമ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുക, സൗഹൃദം പറയുക, കവിളിൽ തട്ടുക, ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മോദി ഈ ഡിപ്ലോമസിയെ മാറ്റി. മാത്രമല്ല, ഭരണാധികാരികളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന കാർ ഡിപ്ലോമസിയും മോദിയുടെ സംഭാവനയാണ്. അതിന്റെ മറ്റൊരു രൂപമായിരുന്നു ഇവിടെയും കണ്ടത്. മോദിയെ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹുവും ഭാര്യയും കൂടി വരുന്നു. ഓടിച്ചെന്ന് ബീബി എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷം ഭാര്യയുടെ വസ്ത്രത്തെക്കുറിച്ച് വരെയാണ് സംഭാഷണം. Wow, you see what you want?
Look at the Yes, color. my brother. The color. Thank you. I'm so happy. And I miss India. Want to come back? So, wonderful country. What to He's a wonderful I leader. cannot. I know. It's because of you. It was wonderful. And welcome, my friend. My friend. പിന്നെ നമ്മൾ കാണുന്നത് കെനസെറ്റ് എന്ന് വിളിക്കുന്ന ഇസ്രായേൽ പാർലമെന്റിലെ മോദി ഷോയാണ്. കെനസെറ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും അധികം ഭരണാധികാരികൾക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അവിടേക്കാണ് മോദി എത്തുന്നത്. നെതന്യാഹുവിനോടുള്ള പ്രതിഷേധം കൊണ്ട് ഈ കെനസെറ്റ് ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷം പോലും മോദിയെ കാണാൻ വേണ്ടി എത്തി, മോദിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എത്തി. തുടക്കം മുതൽ ഒടുക്കം വരെ കൈയടി. എത്ര തവണ ഇസ്രായേലി എംപിമാർ മോദിക്ക് വേണ്ടി എണീറ്റു എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. മോദി 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 എന്ന് വിളിച്ചുകൊണ്ട് ആവേശഭരിതരായി കൈയടിച്ചാണ് അവർ സ്വീകരിച്ചത്. ഇതിനിടയിൽ ഇസ്രായേലിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ പുരസ്കാരവും മോദിക്ക് കൈമാറുകയാണ്. സ്പീക്കർ ഓഫ് ദി കെനസെറ്റ് മെഡൽ. ഇത് ലഭിക്കുന്ന ആദ്യ ലോക നേതാവാണ് മോദി എന്ന് ഓർക്കണം. വലിയ ആദരവാണ്. ആ ആദരവ് കൊടുക്കുമ്പോൾ വിനയാന്വിതനായ മോദി ഇസ്രായേൽ ജനതയ്ക്ക് മുമ്പിൽ കൈകൂപ്പുകയായിരുന്നു. എംപിമാർ എണീറ്റ് നിന്ന് മോദിയെ ആദരിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷമുള്ള മോദിയുടെ ഒരു പ്രസംഗമുണ്ട്. കെനസെറ്റിലെ മോദിയുടെ പ്രസംഗം. മോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്നവരൊക്കെ കേൾക്കേണ്ടതാണ്. ഇംഗ്ലീഷിലുള്ള മനോഹരമായ പ്രസംഗം. അതിൽ മോദി ഒക്ടോബർ 7-നെ കുറിച്ച്, ആ വേദനയെക്കുറിച്ച് വളരെ വൈകാരികമായി പറയുന്നുണ്ട്. ആ വേദന ഞങ്ങളുടെയും വേദനയാണ്, അതെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് മോദി വൈകാരികമായി പ്രസംഗിക്കുകയാണ്. Honorable members, I also carry with me the deepest condolences of the people of India for every life lost and for every family whose world was shattered in the barbaric terrorist attack by Hamas on October 7. We feel your pain. We share your grief. India stands with Israel firmly, with full conviction in this moment and beyond. No cause can justify the murder of civilians. Nothing can justify terrorism. India has also endured the pain of terrorism for a long time. യഥാർത്ഥത്തിൽ മോദിയുടെ പ്രസംഗത്തിന് കിട്ടിയ കയ്യടിയേക്കാൾ കൂടുതൽ എംപിമാർ അറിയാതെ എണീറ്റ് നിന്ന് എന്നതാണ്. അവരങ്ങ് ആവേശഭരിതരായി മോദിയെ സ്വീകരിച്ചു എന്നതാണ്. ഇതിനുശേഷം മോദി എംപിമാർക്കിടയിലൂടെ ഇറങ്ങി നടന്ന് കുശലം പറയുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടതുണ്ട്. എത്ര സൗഹൃദത്തിലാണ് അവരുമായി സംസാരിക്കുന്നത്. പലരും സെൽഫി എടുക്കാൻ വരുന്നു, അവരോടൊക്കെ ചേർന്ന് സെൽഫി എടുക്കുന്നു.
മോദിയെ രാജകീയമായി തന്നെയാണ് ഇസ്രായേൽ ജനത സ്വീകരിച്ചത്. മോദിയെ സ്വീകരിക്കുന്ന ഇസ്രായേലി കുട്ടികളുടെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. ראש ממשלת הודו, ראש הממשלה מודי, שלום. שלום. We're having a selfie. ഒപ്പം നമ്മുടെ മലയാളി കുട്ടികൾ, അവർക്ക് വളരെ കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. ഉള്ള സമയം കൊണ്ട് കൈകൊട്ടിക്കളി കളിച്ച് മോദിയെ സ്വീകരിച്ചു. നമ്മുടെ പത്രങ്ങൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇസ്രായേൽ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു മോദി. നമസ്തേ എന്ന് ഹിന്ദിയിൽ അച്ചടിച്ചാണ് ജെറുസലേം ടൈംസ് മോദിയെ സ്വീകരിച്ചത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദി കാലിൽ പിടിക്കാൻ പോയതല്ല, മോദിയെ ചേർത്ത് പിടിക്കാൻ അവർ വിളിച്ചു വരുത്തിയതാണ്. മോദിയിലൂടെ ആദരിക്കപ്പെട്ടത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമാണ്.